നമസ്കാരം. കോൺഗ്രസിൻ്റെ യുവ നേതാവും പാലക്കാട് MLA-യുമായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പീഡന കഥ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറന്നു നടക്കാൻ തുടങ്ങിയിട്ട് 2 ദിവസമായി. ഇവരുടെ പേരൊന്നും ആരും വെളിപ്പെടുത്തുന്നില്ല. പക്ഷേ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകയാണ് ഇതിൻ്റെ ഇടനില നിന്ന് ഈ കേസൊക്കെ ഒതുക്കിയത് എന്ന തരത്തിൽ ചില കിംവദന്തികളൊക്കെ ഇങ്ങനെ പരക്കുന്നുണ്ട്. ആരും അങ്ങനെ ഒന്നും വിട്ടു പറയുന്നില്ല. എന്നാൽ ഒരു പ്രൊഫൈൽ, ഒരു സിനി ജോയ് എന്ന പേരുള്ള ഒരു യുവതി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അവരുടെ പ്രൊഫൈൽ കാണുമ്പോൾ അവരൊരു ഇടതുപക്ഷക്കാരിയാണ്, കമ്മ്യൂണിസ്റ്റുകാരിയാണ് എന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കും. അവരിട്ടിരിക്കുന്ന ഒരു പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റ് ഞാൻ വായിക്കാം. അതിങ്ങനെയാണ്: എന്നെപ്പറ്റി പറഞ്ഞു എന്തോ വ്യാജനെന്നോ എന്ന്. എടോ നാണമില്ലേ നിനക്കൊന്നും? രാഹുൽ മാങ്കൂട്ടത്തിൽ പേര് കൊടുത്തിട്ടുണ്ട് അവിടെ. ഇല്ലടോ, നിന്നേക്കാൾ നാണമുണ്ട് നിന്നെ വ്യാജ എന്ന് വിളിക്കുന്നതിൽ എനിക്കൊക്കെ. ഒരു പെൺകുട്ടി ഇന്നും ഒരു പരാതി പോലും പറയാതെ നിൻ്റെ നാവിൻ്റെ വശീകരണത്തിൽ വീണുപോയി ഇന്നും വേദനയോടെ ജീവിക്കുന്നുണ്ട്. നിനക്കെതിരെ ഒരു അപരാധവും മീറ്റു ആരോപണവും ഉന്നയിക്കാതെ. എടാ, നിന്നോടും നാണമില്ലാത്തവനാകാൻ ഒരു മനുഷ്യനും കഴിയില്ല വ്യാജ. അടുത്തത് എൻ വി ഇട്ടിട്ട് കൊടുത്തിരിക്കുന്നു: എൻ്റെ ഈ ആരോപണം തെറ്റാണെങ്കിൽ രാഹുലിന് കോടതിയിൽ പോകാം, എനിക്കെതിരെ കേസും കൊടുക്കാം, ധൈര്യമുണ്ടെങ്കിൽ മാത്രം. നീ പോകില്ല. പോയാൽ നിൻ്റെ രാഷ്ട്രീയ ഭാവി അന്നത്തോടെ ശവമഞ്ചമാകും എന്ന് എനിക്കറിയാം. മോനെ രാഹുലെ, FB അക്കൗണ്ട് മാത്രമേ മാറിയിട്ടുള്ളൂ, അവർ പുറത്തു വിടരുത് എന്ന് പറഞ്ഞ SS ഇന്നും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നിനക്കൊക്കെ എതിരെയുള്ള എല്ലാത്തിൻ്റെയും തെളിവായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. നോക്കൂ, ഈ സ്ക്രീൻഷോട്ടും മറ്റുമൊക്കെ ഈ സ്ത്രീയുടെ ഉണ്ട് എന്നാണ് അവകാശപ്പെടുന്നത്. നിനക്കെതിരെ മിണ്ടിയിട്ടില്ല എന്നേ ഉള്ളൂ, പക്ഷേ വേണ്ടി വന്നാൽ അതൊക്കെ പുറത്ത് പറയാൻ തയ്യാറാണ്, അല്ലെങ്കിൽ ഞാൻ പറയും എന്നൊരു ഭീഷണി കൂടി അതിനകത്തുണ്ട്. എൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന FB അക്കൗണ്ട് മാറിയിട്ടുണ്ട് എന്നേ ഉള്ളൂ, ഈ സംഗതിയെല്ലാം എൻ്റെ കയ്യിലുണ്ട് എന്നുള്ള ഒരു നല്ല ഒന്നാന്തരം ഭീഷണിയുടെ സ്വരം തന്നെയാണ്. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നീ കേസും കൊണ്ട് മുന്നോട്ട് പോകും, അപ്പം കാണാം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഈ പീഡനക്കഥയിൽ എന്തോ എവിടേക്കോ ഈ തീയില്ലാതെ പുക ഉണ്ടാവില്ല എന്ന് പറയുന്ന പോലെ എന്തൊക്കെയോ കഴമുണ്ട് എന്ന് തോന്നിപ്പോകുന്നു. അങ്ങനെയെങ്കിൽ ഈ അടുത്ത കാലത്താണ് MLA സ്ഥാനത്തേക്ക് ഈ കോൺഗ്രസിൻ്റെ യുവ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നത്. അങ്ങനെയെങ്കിൽ അയാളുടെ മുന്നോട്ടുള്ള രാഷ്ട്രീയ ഭാവി അതൊരു ചോദ്യചിഹ്നമാവും. തീർച്ചയായിട്ടും ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പരക്കുന്ന ഇതുപോലുള്ള സംഭവങ്ങളാണ് പിന്നീട് വിഷ്വൽ മീഡിയ എടുക്കുകയും അത് കേരള സമൂഹം തന്നെ ചർച്ച ചെയ്യുകയും വലിയ വിവാദമാവുകയും ഇതിലെന്തെങ്കിലും കഴമ്പൊക്കെ ഉണ്ടെങ്കിൽ രാജിവെച്ച് പോകേണ്ടി വരികയൊക്കെ ചെയ്യുന്നത്. അതിനാൽ തന്നെ ഇതിനെപ്പറ്റി എന്തെങ്കിലും ആധികാരികമായിട്ട് പറയാൻ എനിക്കറിയില്ല, ഇതെന്താണ് സംഭവം എന്നെനിക്കറിയില്ല. സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. സോഷ്യൽ മീഡിയയിൽ മറ്റൊരാൾ, ഒരു പെൺകുട്ടി തന്നെ പേര് തന്നെ വെച്ചിട്ട്, രാഹുലിൻ്റെ പേര് തന്നെ വെച്ചുകൊണ്ട് ഇട്ട ഒരു പോസ്റ്റാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. ആ പോസ്റ്റ് വെച്ചിട്ട് മാത്രമേ എനിക്ക് എന്തെങ്കിലും പറയാൻ സാധിക്കൂ. അല്ലാതെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്നോ അതിലൊരു മാധ്യമപ്രവർത്തക ഈ കേസ് ഒതുക്കാൻ കൂട്ടിനിന്നു എന്നോ ഇതൊന്നും എൻ്റെ ആരോപണമല്ല. ഇത് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ 1-2 ദിവസമായിട്ട് ചില സീക്രട്ട് ഗ്രൂപ്പിലും, ആദ്യം ചില സീക്രട്ട് രഹസ്യ ഗ്രൂപ്പിലും, പിന്നീട് അവിടെ നിന്ന് പുറത്തേക്ക് വന്ന് പുറത്തുള്ള ആളുകളും ചർച്ച ചെയ്യുന്ന ഒരു കാര്യം മാത്രമാണ്. ഇതിനി വല്ല രാഷ്ട്രീയ ആരോപണമാണോ അല്ലെങ്കിൽ രാഷ്ട്രീയ എതിരാളികൾ ഉണ്ടാക്കിയതാണോ ഇതൊന്നും എനിക്കറിയില്ല. ഒരു സ്ത്രീ, അതായത് ഒരു കമ്മ്യൂണിസ്റ്റുകാരിയായിട്ടുള്ളൊരു സിനി ജോയി എന്ന് പറഞ്ഞൊരു സ്ത്രീ തന്നെ, അവരെല്ലാം ഇര, അവർക്ക് അറിയാവുന്ന ഒരു വ്യക്തിയാണ്, സുഹൃത്താണ് ഇര. അതിനാൽ എല്ലാ കാര്യങ്ങളും SS അടക്കം എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടം നിരപരാധിയാണെങ്കിൽ ചെയ്യേണ്ടത് ഈ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഇവർക്കെതിരെ അപകീർത്തി കേസിന് തന്നെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേസിന് പോവുകയാണ് ചെയ്യേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിൽ അതിന് പോകുമോ, അതിനുള്ള നട്ടലുണ്ടോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.